ഹലോ, വെൽക്കം ടു ഷെർനാസ് വേൾഡ്. അപ്പോൾ ഒന്ന് ഗർഭത്തിൻ്റെ 4ാമത്തെ ആഴ്ചയിൽ എന്തൊക്കെയാണ് അനുഭവപ്പെടുന്നത് നമുക്ക് നോക്കാം. 4th വീക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ പീരീഡ് മിസ്സാവുന്ന ദിവസമാണ്. ഈ ഡേ തന്നെ നമ്മൾ പ്രഗ്നൻ്റ് ആണ് നമ്മൾ അറിയണം എന്നില്ല. പക്ഷെ ചിലർക്ക് ചില പ്രഗ്നൻസി സിംറ്റംസൊക്കെ കാണാറുണ്ട്. തലകറക്കം, ഛർദിൽ, ക്ഷീണം, ബാക്ക് പെയിൻ, കാലുവേദന, വയറുവേദന ഒക്കെ ഉണ്ടാവാറുണ്ട്. ബട്ട് നമ്മളത് കാര്യമാക്കാറില്ല. കാരണം ഈ സിംറ്റംസൊക്കെ നമ്മുടെ പീരീഡ്സ് ടൈമിൽ നമുക്കുണ്ടാവാറുണ്ട്. എനിക്കിതിൽ കാലുവേദന, ബാക്ക് പെയിൻ, ഛർദിലൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് എല്ലാവരെ പോലെ ഞാനും ആദ്യം ഇതൊന്നും കാര്യമാക്കിയിരുന്നില്ല. പിന്നെ നിങ്ങൾ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്കിതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കണ്ട് ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്താൽ മതി. ഡോക്ടർ അപ്പോൾ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് അടുത്ത പീരീഡ് ആവാതിരിക്കാനുള്ള ഒരു പ്രൊജസ്ട്രോൺ ടാബ്ലറ്റ് തരും. ഇത് നമ്മുടെ പ്രഗ്നൻസി കൂടുതൽ സേഫ് ആക്കാൻ സഹായിക്കുന്നതാണ്. എൻ്റെ പ്രഗ്നൻസിയിൽ പീരീഡ് മിസ്സായി 1 വീക്ക് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഡോക്ടറെ കാണാൻ പോയത്. അപ്പോൾ 5 വീക്ക് ആയതുകൊണ്ട് സ്കാൻ ചെയ്താലും പ്രത്യേകിച്ചൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് ഡോക്ടർ എനിക്ക് ഫോളിക് ആസിഡും പ്രൊജസ്ട്രോൺ ടാബ്ലറ്റുമാണ് തന്നത്. പിന്നെ ഞാൻ പറഞ്ഞതെന്ന് കരുതി നിങ്ങൾ ഈ ടാബ്ലറ്റ് വാങ്ങി കഴിക്കരുത്. ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ഈ ടാബ്ലറ്റ് കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതായിരുന്നു 4th വീക്കിലെ എൻ്റെ അനുഭവം. അടുത്തത് 5th വീക്ക് ഓഫ് പ്രഗ്നൻസി വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒപ്പം നിങ്ങളും എന്നെപ്പോലെ ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടിക്കോളൂ.